ആ ജീവിക്കുന്ന സമയത്ത് അന്തസ്സോടെ ജീവിക്കണം. ഈ ലോകത്ത് നല്ല വിവരമുള്ള, ആത്മീയവും ഭൗതികവുമായ വിവരമുള്ള നല്ല പണ്ഡിതന്മാരുണ്ടാകണം. അതിന് ധാരാളം സ്ഥാപനങ്ങൾ വേണം. അത് മാത്രം പോരാ, ആ സ്ഥാപനങ്ങൾ ഇവിടെ വളർത്തിയെടുക്കാനും സ്ഥാപനങ്ങൾ നിലനിർത്താനും ഖിയാമത്ത് വരെ ഒരണുവളവ് വ്യത്യാസമില്ലാതെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച ആശയം നിലനിർത്തിക്കൊണ്ടുപോകാനും ഇവിടെ സംഘടന വേണം. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. 100 വർഷം തികയുന്നു. അൽഹംദുലില്ലാഹ്, സമസ്തയുടെ മറ്റ് ഘടകങ്ങളുടെ ഓരോ സമ്മേളനങ്ങൾ നടക്കുന്നു. SSF-ന്റെ സമ്മേളനം കഴിഞ്ഞ വർഷം കഴിഞ്ഞു. ഇപ്പോൾ SYS-ന്റെ 70-ാം വാർഷികം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന 27, 28, 29 തീയതികളിൽ തൃശ്ശൂരിൽ അതിവിപുലമായി യുവജന സമ്മേളനം നടക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് മുസ്ലിം ജമാഅത്തിന്റെ സമ്മേളനങ്ങളും പരിപാടികളും പദ്ധതികളുമാണ്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിന്റെ അപ്പുറത്തെ വർഷം 26 കഴിഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു, പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തുടങ്ങിയ മഹാന്മാർ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി സ്ഥാപിച്ചുവോ, ഏതൊരു ലക്ഷ്യത്തിൽ അവർ നടത്തിക്കൊണ്ടുവന്നുവോ, ആ ലക്ഷ്യത്തിൽ തന്നെ സമസ്തക്കൊരു പോറലുമേൽക്കാതെ ഇവിടെ നിലനിൽക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം ഇൻഷാ അല്ലാഹ് 26-ൽ സമസ്ത കേരള ജമിയത്തുകളുടെ സമ്മേളനവും നമുക്ക് നടത്താനുണ്ട്. അതിനെല്ലാവരും സജ്ജരായിരിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തി. മിൻ ഹുസ്നി